NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് 24-നൊപ്പം ചേരുന്നുണ്ട്. ഈ രൂപീകൃതമായ കാലം മുതൽ തന്നെ ഇടതോരം ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ. എന്നാൽ ഇത്തവണ എലത്തൂരിൽ അടിതെറ്റിയോ? എലത്തൂർ നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലെ പല നിയോജകമണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റുകൊണ്ടുള്ളതാണ് വിജയമാണ് ഉണ്ടായത്. അതെങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതാത് പാർട്ടിയും സാധാരണഗതിയിൽ വ്യത്യസ്തമായി കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം പൂർത്തീകരിച്ചു. അതെല്ലാം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്, ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടാൻ ഒരു കാരണമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തമുഖത്ത് ഒരു പ്രസ്ഥാനം, ഒരു സർക്കാർ ചെയ്യാവുന്നതിന് പരമാവധി ചെയ്തു. അവിടെ ഒന്നും ചെയ്യാതിരുന്ന ഒരു പാർട്ടി മറ്റെല്ലാ പാർട്ടിക്കാരും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടിയാണ് പണം പിരിക്കുകയും യഥാസമയം ചിലവാക്കാതിരിക്കുകയും അതിന് പേരിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടുത്തെ നിയോജകമണ്ഡലത്തിനകത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുക. എന്താണ് സംഭവിക്കുന്നത് എന്ന് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടത്. അപ്പോഴാണ് എലത്തൂർ നിയോജകമണ്ഡലം നമ്മുടെ ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ ശക്തിയുള്ളൊരു മണ്ഡലമാണ്. മാത്രമല്ല മറ്റ് ഘടകകക്ഷികളെല്ലാം തന്നെ കുറവാണെങ്കിലും CPMൻ്റെ ഒരു ശക്തി ദുർഗയാണ് എലത്തൂർ നിയോജകമണ്ഡലം. 3 ടേമിലും അവിടെ തുടർച്ചയായി മത്സരം ജയിച്ചത് നമ്മുടെ നേതാവ് AK തന്നെയായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് എല്ലാ നിയോജകമണ്ഡലത്തിനകത്തും പഞ്ചായത്തിനകത്ത് പരാജയപ്പെട്ടപ്പോൾ 12,000 ചില്ലാനം വോട്ടുകൾ ഭൂരിപക്ഷം നേടി ഈ ജില്ലയിലെ ഒന്നാമത് നിന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ. ആ എലത്തൂർ ഞങ്ങൾ തിരിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ കൊല്ലത്ത് ഭൂരിപക്ഷം 39,000 ആയിരുന്നെങ്കിൽ അത്രയൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഒരു 10,000 വോട്ടിന് ജയിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 12,000 വോട്ടിന് പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു ഞെട്ടലോട് കൂടിയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഞങ്ങൾ ദുഃഖിതരാണ് ആ കാര്യത്തിൽ. തീർച്ചയായും പാർട്ടിയും മുന്നണിയും അത് കാര്യമായി പരിശോധിക്കും. പരിശോധിച്ച ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. NCPയിലെ ഒരു വിഭാഗം പ്രമേയമടക്കം AK ശശീന്ദ്രനെതിരെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പ്രതിസന്ധിയായോ? ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടിയും അതിനൊരു അടക്കും ഒതുക്കൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണല്ലോ. അതെല്ലാം തന്നെ പറഞ്ഞു, അതെല്ലാം സ്വാഭാവികമായി അവസാനിപ്പിച്ചു. എല്ലാവരും ഒരുമിച്ച് ചേർന്നു, ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പിന്നെ സ്ഥാനാർത്ഥിയായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ പരിശോധിക്കേണ്ടതും ചെയ്യേണ്ടതുമൊക്കെ ഞങ്ങളെ മുതിർന്ന നേതാവ് അദ്ദേഹം തന്നെയായിരുന്നു. ഇനിയും ഈ സംഭവത്തിനകത്ത് ഉത്തരം പറയേണ്ടതും അദ്ദേഹം തന്നെയാണ്. അതാണ് ഞങ്ങൾക്ക് പറയാം. പാർട്ടി വിശദീകരണം ചോദിക്കും. അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പാർട്ടിയുടെ എല്ലാമാണ്. പാർട്ടിയുടെ കേരളത്തിൻ്റെ മുഖമാണ്. ഞങ്ങളെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങളെ ഈ സംസ്ഥാനത്ത് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഞങ്ങളെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് അദ്ദേഹമാണ്. തീർച്ചയായും ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ അദ്ദേഹത്തിനും പ്രയാസം ഉണ്ടാകുമല്ലോ. അദ്ദേഹം സ്വാഭാവികമായി പാർട്ടി പ്രവർത്തകന്മാരുണ്ട്, അതിന് മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. NCPയിലെ പടലപ്പിണക്കങ്ങൾ അത് തലവേദനയായില്ലേ? NCPയിലെ പടലപ്പിണക്കം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്രത്തോളം വലിയൊരു ബഹുജന പങ്കാളിത്തവും വോട്ടും ഉള്ളൊരു പാർട്ടിയൊന്നുമല്ലല്ലോ ഞങ്ങൾ എലത്തൂർ നിയോജകമണ്ഡലത്തിൽ ഞങ്ങളെ പാർട്ടിയിലുള്ള എല്ലാ പ്രവർത്തകന്മാരെയും കുറച്ച് ആൾക്കാർക്ക് ചില പ്രയാസമുണ്ടായപ്പോൾ അവരെല്ലാം നേരിട്ട് കണ്ട് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കണം, അതിലുപരി നമ്മുടെ നേതാവ് എന്നൽക്ക് അദ്ദേഹം ജയിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും രംഗത്തിറങ്ങിയിരുന്നു. CPM പ്രത്യേകിച്ചും മറ്റ് നിയോജകമണ്ഡലത്തിന് വ്യത്യസ്തമായി എലത്തൂരിൽ പ്രത്യേകിച്ചൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനോടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഫലം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. ഈ ക്ലോക്ക് ചിഹ്നം, ഔദ്യോഗിക ചിഹ്നം ലഭിക്കാതിരുന്നത് പ്രതിസന്ധിയായോ? സാധാരണ ഒരു ചിഹ്നത്തിൻ്റെ ചെറിയ പ്രയാസം അവിടെ ഉണ്ട്. നമ്മുടെ ചിഹ്നം സ്വാഭാവികമായി പരിചയമില്ലാത്ത ചിഹ്നമായിരുന്നു. ഈ കാഹളം മുഴക്കുന്ന മനുഷ്യൻ, അത് ചെറിയ പ്രശ്നം ഉണ്ടാവും. പക്ഷേ മറ്റൊരു ചിഹ്നം എന്ന് പറഞ്ഞാൽ അപരന്മാർ എല്ലാ നിയോജകമണ്ഡലത്തിലും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുന്നമംഗലത്ത് അപരന ചിഹ്നം വന്നപ്പോൾ 2,000 ചില്ലാനം വോട്ട് അവർ കിട്ടി. പക്ഷേ എലത്തൂർ കിട്ടിയില്ല. എലത്തൂർ ഇപ്പം ശശീന്ദ്രൻ്റെ അതേ പേരുള്ള ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് 2 ശശീന്ദ്രന്മാരുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ക്ലോക്ക് ഉണ്ടായിട്ട് പോലും 600 വോട്ടിട്ടേ കിട്ടിയിട്ടുള്ളൂ. മറ്റ് ശശീന്ദ്രൻ അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. അതുകൊണ്ട് എലത്തൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഈ വോട്ട് ചിഹ്നം നോക്കാതെ ചെയ്യുന്നവരോ അതിൻ്റെ ബുദ്ധിയില്ലാത്തവരോ ഒന്നുമല്ല. അവർ കൃത്യമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് വിശകലനം ചെയ്തതും കൃത്യമായിട്ട് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് തവണ എലത്തൂരിൽ തന്നെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ് AK ശശീന്ദ്രൻ. അപ്പോൾ പരിചയസമ്പന്നതയ്ക്കാണ് പാർട്ടി ഒരു പ്രാധാന്യം നൽകിയത്. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് പാർട്ടി കേട്ടില്ല. താങ്കളടക്കം മത്സരിക്കാനൊരു സന്നദ്ധത പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നതാണ്. തീർച്ചയായും പാർട്ടിയും മത്സരിക്കാൻ തീരുമാനിച്ച എൻ്റെ നേതാവുമാണ് അത് പരിശോധിക്കേണ്ടിയിരുന്നത്. അദ്ദേഹം പരിശോധിക്കാത്തതിപ്പം
ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് പരിശോധിക്കേണ്ടതായിരുന്നു എന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട്, എനിക്കും അഭിപ്രായമുണ്ട്. എന്തായാലും എലത്തൂരിൽ വലിയ തോൽവി തന്നെയാണ്. അത് പാർട്ടി ആഴത്തിൽ തന്നെ പരിശോധിക്കും. എല്ലാത്തിലും ഉപരി AK ശശീന്ദ്രൻ ഈ ഒരു തോൽവിയിൽ പാർട്ടി നേതൃത്വത്തോട് വിശദീകരണം നൽകണം എന്നുകൂടിയാണ് NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് 24-നോട് പ്രതികരിച്ചത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം ദിലിഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.